ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ കിട്ടില്ലേ, നെയ്ച്ചോറിൻ്റെയും ബിരിയാണിൻ്റെയും കൂടെ ആ ഒരു കായ്ച്ചാറാട്ടോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതുപോലെ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അതിനായിട്ട് 4 ചെറിയ ഉള്ളി, ഒരു 6-7 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു 3/4 ബൗള് തുവരപ്പരിപ്പ്, 1/2 ബൗള് കടലപ്പരിപ്പ്, ഇവയെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, 1/4 സ്പൂണ് ജീരകം, 1/4 സ്പൂണ് ഉലുവ അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾ കൂടെ ചേർക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു 100 ഗ്രാം മട്ടൻ്റെ എല്ലും കൊഴുപ്പാട്ടോ. ഇത് നിർബന്ധമായിട്ടും ചേർക്കണം. ഇതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കായ്ച്ചാറിന് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. അതിനുശേഷം ഒരു 1/2 മൂടി തേങ്ങ ചിരവിയത്, അതിലേക്ക് ഒരു 1/4 സ്പൂണ് പെരുംജീരകം അതും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് നമ്മുടെ വെജിറ്റബിൾസാണ്. 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ പീസസ് ആയിട്ട് വേണ്ട കട്ട് ചെയ്യാനായിട്ട്. പിന്നെ കുമ്പളങ്ങ, വഴുതിരിങ്ങ, വാഴയ്ക്ക, ഉരുളക്കിഴങ്ങ്, മാങ്ങ ഇവയായിട്ട് ആവശ്യമായിട്ടുള്ളത്. കായ്ച്ചാറിന് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വലിയ പീസസ് ആയിട്ട് വേണ്ട കട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ പരിപ്പ് കറിക്ക് കട്ട് ചെയ്യുന്ന പോലെ ചെറിയ പീസിൽ കട്ട് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഇതുപോലെ വലിയ പീസസ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. ഒഴിച്ചതിന് ശേഷം 1 സ്പൂണ് കടുകിട്ട് അത് പൊട്ടിയതിന് ശേഷം 1/4 സ്പൂണ് ഉലുവ, ചെറിയ ജീരകം അതും കൂടെ ചേർത്തിട്ട് അതിലേക്ക് 2 വലിയുള്ളി കട്ട് ചെയ്ത് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഒരു 4 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, മല്ലിയില, കറിവേപ്പില, പുതിന അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. 1/2 സ്പൂൺ ഗരം മസാലയും ഒരു 1/2 സ്പൂണ് മുളക് പൊടി കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 5 തക്കാളി കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ പുളിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തക്കാളിയുടെയും മാങ്ങയുടെയും പുളി തന്നെ മതിയാകും. നെയ്ച്ചോറിൻ്റെയും ബിരിയാണിൻ്റെയും കൂടെ കഴിക്കുന്നതായതുകൊണ്ട് അധികം പുളിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മുടെ മട്ടൻ്റെ എല്ലും കൊഴുപ്പില്ലേ, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ ആ തക്കാളിയും മട്ടനും നന്നായിട്ട് വേകുന്നവരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 1/2 സ്പൂൺ ഉപ്പും 1/4 സ്പൂണ് പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി തക്കാളിയൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തി നന്നായി ഉടച്ചു കൊടുക്കുക കേട്ടോ. നല്ലപോലെ എണ്ണയിൽ കിടന്ന് വെന്ത് വഴണ്ടി വരണം. ആ സമയമാകുമ്പോൾ അതിലേക്ക് 1/2 സ്പൂണ് പെരുംജീരകവും കട്ട് ചെയ്ത് നമ്മുടെ വെജിറ്റബിൾസ് ഇല്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കണം. ഈ എണ്ണയിൽ കടന്നിട്ട് വേണം നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് നല്ലപോലെ കുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് ഇതുപോലെ വഴറ്റി കൊടുക്കണം കേട്ടോ. വെള്ളമൊന്നും ഈ സമയത്ത് ചേർക്കരുത്. അതിനുശേഷം നന്നായി മിക്സായി വന്നതിന് ശേഷം 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒരു വെജിറ്റബിൾസൊക്കെ ഒരു 1/4 വേവാവണം. ആ സമയമാകുമ്പോൾ അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച മുരിങ്ങക്കായില്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഫസ്റ്റ് ടൈമിൽ ചേർക്കരുത്, ഇതെല്ലാം ഉടഞ്ഞു പോകും. ഈ സമയം തന്നെ ഇതിലേക്ക് നമ്മുടെ അരച്ച തേങ്ങയും മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിള വരാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ വേവിച്ച് വെച്ച പരിപ്പില്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ തേങ്ങയുടെയൊക്കെ നല്ല പച്ചമണം പോകണം കേട്ടോ. നന്നായി തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കല്യാണ വീടുകളിലെ കായ്ച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ടേസ്റ്റിൽ നിങ്ങൾക്ക് കല്യാണ വീടുകളിലെ കായ്ച്ചാർ ലഭിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണേ. മട്ടൻ്റെ എല്ലും കൊഴുപ്പും നിർബന്ധമായും ചേർക്കണം, അത് സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഫോർ വാച്ചിങ്.